ജൂലൈ 29-നാണ് പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി പ്രളയസമാനമായ സാഹചര്യമുണ്ടാക്കി ആളുകളെ ഭീതിയിലാഴ്ത്തിയത്. ജൂലൈ 29 രാവിലെ 7 മണിക്ക് ഷട്ടറുകൾ 6 ഇഞ്ചിൽ നിന്ന് പെട്ടെന്ന് 7.2 ഇഞ്ചാക്കി ഉയർത്തിയിരുന്നു. തുടർന്ന് ജില്ലയുടെ പല ഭാഗത്തും രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായി. വലിയ പ്രതിഷേധമുണ്ടായപ്പോൾ സംഭവം അന്വേഷിക്കാൻ ജില്ലാ ഭരണകൂടം സബ് കളക്ടറെ ചുമതലപ്പെടുത്തിയിരുന്നു. റൂൾ കർവ് പാലിക്കാത്തതും ജലനിരപ്പ് സംബന്ധിച്ച വിവരങ്ങൾ യഥാസമയം ജില്ലാ ഭരണകൂടത്തെ അറിയിക്കാത്തതുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് കണ്ടെത്തൽ. ജൂലൈ 26-ന് റൂൾ പ്രകാരമുള്ള ജലനിരപ്പ് അണക്കെട്ടിൽ മറികടന്നിരുന്നു. എന്നാൽ വെള്ളം നിയന്ത്രിക്കുന്നതിനായി ഷട്ടറുകൾ തുറന്നിരുന്നില്ല. പകരം വൈദ്യുതി ഉൽപ്പാദനത്തിനു വേണ്ടി തുറന്നുകൊടുത്തു. ജനറേറ്ററുകൾ കേടായതിനാൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതിരുന്നതിനാൽ ജലനിരപ്പ് അല്പം പോലും താഴ്ന്നില്ല. ഈ കാര്യം KSEB, ഇറിഗേഷൻ വകുപ്പ് എന്നിവർ ജില്ലാ കളക്ടറെ അറിയിച്ചില്ല. ഇതോടെയാണ് ജലനിരപ്പ് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാതിരുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഡാം മാനേജ്മെന്റിന്റെ ഗുരുതരമായ വീഴ്ച എന്നാണ് ഷാജി കോടങ്കണ്ടത്ത് ആരോപിക്കുന്നത്. തൃശ്ശൂരിൽ പ്രളയത്തിലുണ്ടായത് ആയിരക്കണക്കിന് വീടുകളിൽ വെള്ളം കയറുകയും കൃഷി നശിക്കുകയും കച്ചവടങ്ങളും വ്യവസായങ്ങളും നശിച്ചു. ആ സാധാരണക്കാർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ സർക്കാർ തയ്യാറാവണം. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാവണം. മാത്രമല്ല, ഇനിയും പീച്ചി ഡാമിൽ ഇതുപോലെ വീഴ്ചയുണ്ടായി പ്രളയം സൃഷ്ടിക്കാതിരിക്കാനുള്ള കരുതലെടുക്കണം. സബ് കളക്ടർ റിപ്പോർട്ടിൽ മണലിപ്പുഴയിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണം, മണലിപ്പുഴയിലെ തടസ്സങ്ങൾ നീക്കണം, പീച്ചിയുടെ ഇറിഗേഷൻ കനാലിലെ തടസ്സങ്ങൾ മാറ്റണം അടക്കമുള്ള നിർദ്ദേശങ്ങളുണ്ട്. അതെല്ലാം നടപ്പിലാക്കാൻ സർക്കാർ അടിയന്തരമായി തയ്യാറാണ്. മെയ് 6-ന് ജില്ലയിൽ മഴക്കാല മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ റൂൾ കർവ് കൃത്യമായി പാലിക്കാനും അണക്കെട്ടുകൾ തുറക്കേണ്ട സാഹചര്യമുണ്ടായാൽ 36 മണിക്കൂർ മുമ്പ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെയും ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെയും അറിയിക്കുവാനും നിർദ്ദേശം നൽകിയിരുന്നു. ഈ നിർദ്ദേശവും മാനേജ്മെന്റ് പാലിച്ചില്ല. ഡാം തുറന്നുണ്ടായ പ്രളയത്തിൽ നിരവധി പേരെ മാറ്റി താമസിപ്പിക്കേണ്ടി വന്നു. പുത്തൂർ പാടത്ത് റോഡിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയി പുഴയിലെ ഒഴുക്കിൽപ്പെട്ട് കൈനൂർ സ്വദേശിയായ യുവാവിന് ജീവനും നഷ്ടമായി. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കർഷകർ ഇപ്പോഴും സമരത്തിലാണ്. ACV ന്യൂസ്, തൃശൂർ.